അധ്യാത്മരാമായണം പാരായണം കൗസല്യാസ്തുതി തുടർച്ച. കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറക്കേണം മറ്റുള്ളവർ കാണും മുൻപേ. ലാളനാശേഷാദ്യനുരൂപമായിരിപ്പോരോ ബാലഭാവത്തെ മമ കാട്ടേണോ ദയാനിധേ. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖസംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വേണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സരൻ പുരുഷോത്തമനരുൾ ചെയ്തു, മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ചവണ്ണം വരും. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്ന് സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖ ആമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം കൊണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണം ഇപ്പോളേവും ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളൊന്നില്ലല്ലോ. പിന്നെ ഒരു ജന്മസംസാര ദുഃഖം എന്നുടെ രൂപം ഇതം നിത്യവും ധ്യാനിച്ചു കൊള്ളുന്നാൽ വന്നേടും മോക്ഷമില്ല സംശയവേദം. യാതൊരു മർത്യനിഹനമിതേ സംവാദമിതാതരാൽ പഠിക്കഥൻ കേൾക്കഥൻ ചെയ്യുന്നതും സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം. ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭപുണ്ട സുന്ദര രൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാചന്ദ്രചൂടാ അരവിന്ദമന്ദിരവൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ. നന്ദനുണ്ടായിരുന്നാശു കേട്ടോരു വന്ദിചന്ദനനഥ പരമാനന്ദനാകുലനായാൻ. പുത്രജന്മ